നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളേത്. വല്യമ്മയുടെ പുച്ഛം കണ്ടോ നിങ്ങള്? നിനക്ക് പറ്റിയ പണി കണ്ട് ഇതാണ്. ഇങ്ങനെ ഓടുക, ഡാൻസ് കളിക്കുക, ക്യൂട്ട്നെസ് മാരി എറിയുക. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുറച്ച് പ്രചരണ കോമഡികൾ കാണാം ഗൈസ്. ഇന്നത്തെ കോമഡി സ്പോൺസേർഡ് ബൈ തൃപ്പൂണിത്തറ NDA കാൻഡിഡേറ്റ് അഞ്ജലി നായർ ആൻഡ് ഏറ്റുമാനൂർ NDA കാൻഡിഡേറ്റ് ആതിര നായർ. രണ്ടുപേരുടെയും ചിഹ്നം ചക്കയാണ് ഗൈസ്, വെറൈറ്റി ചിഹ്നമാണ്. അപ്പോൾ നമുക്ക് ആദ്യം അഞ്ജലി ചേച്ചിയുടെ കോമഡികൾ കാണാം. അഞ്ജലി ചേച്ചി ജയിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പോകുന്നത്. കേരളത്തിൽ ഇതുവരെ നടപ്പിലാക്കാത്ത, ഇതുവരെ കേരളത്തിൽ വന്നിട്ടില്ലാത്ത കാര്യങ്ങളെയൊക്കെ പറ്റിയാണ്. നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത അത്രയും വലിയ കാര്യങ്ങളാണ് പുള്ളിക്കാരത്തി ചെയ്യാൻ പോകുന്നത്. നമുക്ക് അഭിമാനം കൊള്ളേണ്ട നിമിഷം അതെന്താണെന്ന് നമുക്ക് കേൾക്കാം ഗൈസ്. കുറച്ച് മാത്രം ഞാൻ വായിക്കാം, ഒരുപാടുണ്ട്. ഒന്നും വിട്ടുപോകരുത് പ്രധാനപ്പെട്ടത് എന്ന് കരുതിയിട്ടാണ്. നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളേത്, അല്ലെ? ഇംഗ്ലീഷ് മീഡിയം ചേർക്കുക എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവുന്ന സ്വപ്നമാണ്. അത് ഇതിലൂടെ സാധ്യമാവാൻ പോവുകയാണ്. എന്താണ് ഗൈസ് നമ്മളിപ്പോ കേട്ടത്? എന്താണ് കേട്ടത്? നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം. പോയി നമ്മുടെ എഡ്യൂക്കേഷൻ വേറെ ലെവൽ ഗൈസ്, വേറെ ലെവൽ അവ മാറാൻ പോവുകയാണ്. നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം ആണ് ഇനി വരാൻ പോകുന്നത്. ഇംഗ്ലീഷ് മീഡിയം വലിയ മാറ്റം, വലിയ മാറ്റം. കൈയടി അറിയിക്കണം. ഇവരെ പോലുള്ളവരെയാണ് ജയിപ്പിച്ചു വിടേണ്ടത്. ബോധമുള്ള ആരെങ്കിലും കൊണ്ടുപോയി നിങ്ങളുടെ പാർട്ടിയിൽ? എനിക്ക് മനസ്സിലാവുന്നില്ല. അരിയേതാ പിണ്ണാക്കേതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലും മനസ്സിലാവാത്ത ആളുകൾ. അതോ നിങ്ങളുടെ പാർട്ടിയിലോട്ട് ചേർന്ന് കഴിഞ്ഞ് ഉള്ള ബോധവും കൂടെ പോവോ? എനിക്ക് മനസ്സിലാവുന്നില്ല. സീരിയസ്ലി മനസ്സിലാവാത്തോണ്ടാണ് ഇത് ഇന്നു മുതലും കാണാൻ തുടങ്ങിയല്ല. ഇച്ചിരി ബോധമുള്ള ആരെങ്കിലും, ഇത് എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ആയിരിക്കും ഇവരുടെ പാർട്ടിയിലോട്ട് ചേരുന്നത്. ഈ സുരേഷ് ഗോപി ഈ പാർട്ടി ചേരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്ന മത്സരിക്കുന്നതിന് മുമ്പ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ ഇങ്ങനെ പാർട്ടി കയറി വിജയിച്ചതിന് ശേഷം എന്തൊക്കെ മണ്ഡലങ്ങൾ വിളിച്ചു പറയണം, എന്തൊക്കെ കോപ്രായങ്ങളെ കാണിക്കണേ. ഈ ഇവരുടെ പാർട്ടിയിൽ കയറുന്ന എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെ. ചേച്ചി, ഇത് ബീഹാർ അല്ല, നോർത്ത് അല്ല, നമ്മുടെ കേരളമാണ്. കേരളത്തില് ഇത് പറയുന്നില്ല ഇംഗ്ലീഷ് മീഡിയം. തലവിധി. ഇതൊക്കെ കേൾക്കണമല്ലോ ഗൈസ്. ഇത് മാത്രമല്ല ചേച്ചി വേറെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതുകൂടെ കേൾക്കാം. പലരുടെയും അടുത്ത് പോയപ്പം ഇത് കണ്ടില്ലേ, റോഡ് കണ്ടില്ലേ, വെള്ളമില്ല, വെള്ളത്തിന് വേണ്ടിയിട്ട് എത്രയോ. പലരെ എടുത്തു പോയപ്പോ റോഡ് കണ്ടില്ലേ, വെള്ളമില്ല. നമ്മുടെ നാട്ടിലൊക്കെ കിണറ്റിലാണ് ചേച്ചി വെള്ളമുള്ളത്, റോഡിലല്ല. പലരുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ഒരുപാട് കിലോമീറ്റർ നടന്ന് അപ്പുറത്ത് പോയിട്ട് കുടത്തിനകത്ത് വെള്ളം ഇങ്ങനെ കൊണ്ടുവരും, ഇങ്ങനെ രാവിലെ ഇങ്ങനെ കൊണ്ടുവരും. അതാണ് ചേച്ചി കണ്ട കാഴ്ച. എനിക്ക് തോന്നുന്നു ചേച്ചി രാവിലെ ബീഹാറും ഗുജറാത്തും ഒക്കെയാണെന്ന് തോന്നുന്നു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചേച്ചിക്ക് തോന്നുന്നത്. ഒരുപാട് ദൂരം മലയും പുഴയൊക്കെ കടന്ന് അപ്പുറത്ത് ചെന്ന് വെള്ളം കുടത്തിനകത്ത് താങ്ങിക്കൊണ്ടുവരുന്ന ജനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇതാണ് ചേച്ചി പറഞ്ഞത്. അതെനിക്ക് മനസ്സിലാവുന്നില്ല. ചേച്ചി നോർത്തിൽ വല്ലതാണ് ഇലക്ഷന് നിൽക്കുന്നത്, അത് അവന്മാരുണ്ടാക്കിയ സാധനം സ്ക്രിപ്റ്റ് അതുപോലെ വന്ന് സംസാരിക്കുവാണോ? എന്റെ പൊന്ന് ചേച്ചി തൃപ്പൂണിത്തറയിലാണ് നിൽക്കുന്നത്. തൃപ്പൂണിത്തറക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സീരിയസ്ലി നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇങ്ങനെ കുടത്തിൽ വെള്ളം ചുമന്നുകൊണ്ട് വന്ന് കിലോമീറ്ററുകളോളം നടന്ന് വെള്ളം ചുമന്നു കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. എനിക്ക് അറിയത്തില്ല, നമ്മൾ കൊല്ലക്കാരാണ്, നമ്മുടെ ഇവിടെ എന്തായാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. തൃപ്പൂണിത്തറയിൽ ഉണ്ടെങ്കിൽ ഒന്ന് പറ കേട്ടോ. അല്ലെ എനിക്ക് തെറ്റുപറ്റിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ചോദിച്ചാൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇനി ഇവരുടെ ചിഹ്നം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ചക്കയാണ് ഗൈസ് ഇവരുടെ ചിഹ്നം. ചക്കയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ചേച്ചിക്ക് അറിയാം. ചക്കയുടെ A to Z ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ചേച്ചി പഠിച്ചു വെച്ചിട്ടാണ് പ്രചരണത്തിന് ഇറങ്ങുന്നത്. അപ്പം ചക്കയെ പറ്റി ന്യൂസുകാർ ചോദിച്ച സമയത്ത് ചേച്ചി പറയുന്ന ഒരു കാര്യം ഞാൻ കേൾപ്പിക്കാം. ചിഹ്നം ചക്കയാണല്ലോ, അപ്പോൾ ഈ ആൾക്കാരുടെ അടുത്ത് എൻ്റെ ചിഹ്നം ചക്കയാണ് എന്ന് പറയുമ്പോഴുള്ള അവരുടെ ഒരു റിയാക്ഷനും ഭൂരിഭാഗം ആൾക്കാർ പറയും ചക്ക വേരിലും കായ്ക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. കുറേ പേര് ചോദിക്കും ഫ്രാങ്ക്ലി സിങ് ലൈക്ക് താമര എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ചക്ക തന്നെയാണ് താമര, താമര തന്നെയാണ് ചക്ക. ചക്ക നമ്മളിങ്ങനെ പൊളിച്ച് കാണുമ്പോൾ താമരയുടെ ഇതളുകൾ പോലെ ഇരിക്കുക. അപ്പോൾ എത്ര താമര ചക്കയ്ക്കകത്തുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തോന്നായി പറയുന്നേ? പൊളിക്കുമ്പോ വീട്ടമ്മമാർ നിങ്ങൾ ചക്ക പൊളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പേര് താമര കണ്ടിട്ടുണ്ട്? ചക്ക പൊളിക്കുമ്പോ താമര പോലെ, ചക്ക എവിടെ കിടക്കുന്നു, താമര എവിടെ കിടക്കുന്നു? എന്താണെങ്കിലും ഒരു കാര്യം മനസ്സിലായി, ആടിനെ പട്ടിയാക്കാനും പട്ടിയെ ആടാക്കാനും നിങ്ങൾക്ക് നല്ല കഴിവുണ്ടെന്ന് മനസ്സിലായി. ആ ഒരു കമ്പാരിസൺ പോക്ക് നോക്കണേ. ഇതിപ്പം ചക്ക
ചക്കയും പറയിപ്പിക്കും താമരയും പറയിപ്പിക്കുന്ന അവസ്ഥയാണ്. ഈ എന്റെ എന്ന് പേര് വെച്ചിട്ട് വല്ല ആമ്പലിന്റെ ചിഹ്നത്തിൽ മത്സരിച്ചാൽ മതിയായിരുന്നു. താമരയുടെ കുഞ്ഞമ്മയായിട്ട് വരുമല്ലോ ആമ്പൽ, എന്നിട്ട് അതും കുഴപ്പമില്ല. ഇതിപ്പോ ചക്കയും കൂടെ പറയിപ്പിക്കേണ്ട അവസ്ഥയാണ്. എന്നെ സംബന്ധിച്ച് ഇപ്പൊ ചക്കയുടെ കാലാണ്. ചക്ക എന്ന് പറയുന്ന പഴങ്ങളുടെ രാജാവാണ്. അപ്പം ചക്ക എന്നടേ പഴങ്ങളുടെ രാജാവായത്? എന്റെ അറിവില് മാങ്ങയാണ് പഴങ്ങളുടെ രാജാവെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. BJP-ക്കാരിനി കയറിയിട്ടെങ്ങാനും മാങ്ങയെ പിടിച്ച് വിളിക്കുന്നുണ്ട്, മോനെ ചക്ക നീയാണ് ഇനി തൊട്ട് ഇവിടുത്തെ രാജാവ് എന്നും പറഞ്ഞ് ഇരുത്തിയോ, എനിക്ക് അറിയാൻ പാടില്ല. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ചക്കയാണ് പഴങ്ങളുടെ രാജാവെന്ന് സ്വന്തം ചിഹ്നത്തെ പറ്റി പോലും ഒരു പുണ്ണാക്കും അറിയാത്ത ചേച്ചിയാണല്ലോ തൃപ്പൂണിത്തറയിൽ നിൽക്കുന്നത്. നിങ്ങളെ സമ്മതിക്കണം, ജനങ്ങളെ സമ്മതിക്കണം. എല്ലാവരും ആ രീതിയിൽ സ്വീകരിക്കുന്നുണ്ട്. ചക്ക എന്നുള്ള ചിഹ്നത്തെ, താമര എന്ന് പറയുന്ന ചിഹ്നത്തെ ഉണ്ടെങ്കിലും പക്ഷെ ചക്ക എന്ന് പറഞ്ഞ ചിഹ്നത്തിലേക്ക് മാറ്റിയപ്പം വലിയ കുഴപ്പമില്ലാതെയാണ് എല്ലാവരും പ്രതികരിക്കുന്നത്. അങ്ങനെ പോകുന്നു. എന്തൊക്കെ ഇവര് പറയുന്നത്? താമര എന്ന് പറയുന്ന ചിഹ്നത്തെ ചക്കയെന്ന് മാറ്റിയപ്പോ ചക്കയെന്ന് താമരയെ ചക്ക മൊത്തം അവർക്ക് പോലും അറിയത്തില്ല എന്തൊരു തേങ്ങയാണ് പറയുന്നത്. ഇതിനേക്കാളും നല്ല തേങ്ങ ചിഹ്നമാക്കുന്നതായിരുന്നു. എവര് കാരണം തൃപ്പൂണിത്തറക്കാർക്ക് ഇപ്പൊ സമാധാനം ഇല്ലാത്ത അവസ്ഥയാണ്. മര്യാദക്കൊന്ന് ചോറ് കഴിക്കാൻ പോലും സമ്മതിക്കൂല. വല്യമ്മയുടെ പുച്ഛം കണ്ടോ നിങ്ങള്? വോട്ട് ചോദിച്ചപ്പോ നോക്കിക്കോണേ ഒന്നുകൂടെ. പോടി എന്റെ ദൈവമേ. ഇനി ബാക്കിയുള്ളവരുടെ പുച്ഛം കൂടെ നമുക്ക് കാണാം. കൂടെ ഉണ്ടാവണം എല്ലാവരും. ചക്കയാണ് എല്ലാവരുടെയും മുഖത്ത് പുല്ല്, ചോറ് തിന്നാൻ പോലും സമ്മതിക്കത്തില്ലെന്ന്. ഒന്നാമത് നമ്മൾ ഈ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ വീഡിയോ പിടിക്കാൻ വേണ്ടി ക്യാമറമാൻ ഈ സാമാനം തൂക്കി പിടിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് അതിന്റെ മുന്നിൽ അഭിനയിക്കാൻ വിടുന്ന പാട് നമുക്കേ അറിയത്തുള്ളൂ. അപ്പോഴാണ് പ്രചരണത്തിന്റെ പേരും പറഞ്ഞ് ക്യാമറയും തൂക്കി പിടിച്ചോണ്ട് വന്നിട്ട് ചോറ് തിന്നതിന്റെ ഇടയിൽ വന്ന് വോട്ട് വിളിച്ചിട്ട് അവരെ ചോറ് തിന്നാൻ സമ്മതിക്കാതെ അതെടുത്ത് ഇൻസ്റ്റയിലിട്ട് നാട് മൊത്തം കാണിക്കുന്നു. അവസ്ഥ. കൂടെ ഉണ്ടാവണം, ചക്കയാണ് ചിഹ്നം. കൂടെ ഉണ്ടാവും ചേച്ചി, കൂടെ ഉണ്ടാവും. ചക്കയാണ് ചിഹ്നം. എല്ലാവരും ചേച്ചി തോൽക്കുന്നവരെ കൂടെ ഉണ്ടാവും. ഉറപ്പാണ് തോൽക്കുന്നവരെ കൂടെ ഉണ്ടാവും. സത്യം പറഞ്ഞ ചേച്ചിയെ കൊണ്ട് ഇപ്പൊ തൃപ്പൂണിത്തറക്കാര് പൊറുതിമുട്ടിയിരിക്കുകയാണെന്ന് തോന്നുന്നു ഗൈസ്. ഒന്ന് ചോറ് തിന്നാൻ പോലും സമ്മതിക്കൂല. പിള്ളേര് ക്രിക്കറ്റ് കളിക്കാൻ സമ്മതിക്കത്തില്ല. അവിടെ പോയി ബാറ്റ് പിടിച്ചിട്ട് വീഡിയോ എടുത്ത് പട്ടിച്ചോ. ആരെങ്കിലും സൈക്ലിംഗ് ചോട്ടി പോവാണെങ്കിൽ അവിടെ പിടിച്ചു നിർത്തിട്ട് വോട്ട് ചോദിക്കും, അതിനും സമ്മതിക്കൂല. മര്യാദയ്ക്ക് ഉത്സവത്തിന് പോവാണെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ കയറി ഈ പരിപാടി. എവിടെ തിരിഞ്ഞാലും ചേച്ചി പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതും പോരാഞ്ഞിട്ട് ഇതെല്ലാം ക്യാമറയും പിടിച്ച് നാട്ടുകാരെ മൊത്തം കാണിക്കുകയും ചെയ്യും. ഇതാണ് ഒരു കക്ഷി. ഇനി നമുക്ക് ഏറ്റുമാനൂരിലോട്ട് പോകാം ഗൈസ്. അവിടെയാണ് നമ്മുടെ സ്വന്തം സ്ഥാനാർത്ഥി ആതിര നായർ. ഈ നായർ എല്ലാവരുടെയും കൂടെ ഉണ്ടല്ലോ. അഞ്ജലി നായർ, ആതിര നായർ. പ്രത്യേക വിഭാഗത്തിൽ നിന്ന് മാത്രമേ നിങ്ങൾ എടുക്കത്തുള്ളൂ. മറ്റേ ചന്ദ്രശേഖരൻ നായർ, അഖിൽ മാരാർ, മാരാറൊക്കെ ഉണ്ട്. പ്രത്യേക വിഭാഗങ്ങളെ മാത്രമേ എടുക്കത്തുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും ആവട്ടെ. അപ്പം ആതിര നായരെ പറ്റി നമുക്ക് നോക്കാം. പ്രചരണത്തിന് പോവാട്ടോ. കാലിൽ നല്ല കട്ടിയുള്ള ചെരുപ്പാണല്ലോ കിടക്കുന്നേ. നടന്ന് കിടന്ന് തെയ്യമെന്ന് അറിയാം. അതുകൊണ്ട് നല്ല കട്ടിക്ക് മേടിച്ചിട്ട് നടക്കാം കേട്ടോ. ഇത് പഞ്ചായത്തല്ല, അസംബ്ലിയാണേ. എത്ര ക്യാമറമാന്മാരാണ് ഇവരുടെ കൂടെ. ഏതാണ്ട് ഈ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ എടുക്കുന്ന ഒരുത്തൻ, ഈ സൈഡിൽ നോക്കിയ ഗിംബലുമായിട്ട് വേറൊരുത്തനുണ്ടായിരുന്നു എന്റെ കൂടെ. അവനോട് പോയി ഇത് പ്രചരണമാണോ അതോ ഫോട്ടോഷൂട്ടോ? എല്ലാവരോടും പറയണം കേട്ടോ. ഓക്കെ ഓക്കെ കേട്ടോ, ശരി. അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഏറ്റുമാനൂർ അതുപോലെ തൃപ്പൂണിത്തറ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അഖിൽമാരാറിന്റെ മണ്ഡലത്തിലുള്ള ആൾക്കാരോട് ശ്രദ്ധിച്ചു. പിന്നെ പിഷാരയുടെ മണ്ഡലവും. നിങ്ങൾ വീടുകളിൽ സാധാരണഗതിയിൽ ട്രൗസർ ഇട്ടുകൊണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ കൈലി എടുത്തുകൊണ്ട് നിൽക്കുന്ന, ഷർട്ടില്ലാതെ പ്രത്യേകിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ദൈവത്തെ ഓർത്ത് ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ ഷർട്ടൊക്കെ ഇട്ടിട്ട് നിൽക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റീൽ ബോഡി ഗവറ്റകള് വന്ന് ക്യാമറയും കൊണ്ട് വന്ന് പിടിച്ച് നട്ടനെ മൊത്തം കാണിക്കും. ചണ്ടിപ്പുറത്തെ കാണാൻ നിൽക്കുവാണെങ്കിൽ തീർന്ന് അതും പിടിച്ചിടും. സോ മാനം വേണമെങ്കിൽ നിങ്ങളുടെ നല്ല സൂപ്പർ പൂഞ്ഞിക്കര ബോഡി നാട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത്
ഷർട്ടുമൊക്കെ ഇട്ടോണ്ടിരുന്നോ, കുളിച്ച് പൊട്ടും തൊട്ട് ഷർട്ടുമൊക്കെ ഇട്ട് ഇഞ്ചട്ടൊക്കെ ചെയ്തിരുന്നു കഴിഞ്ഞാൽ ക്യാമറമായിട്ട് ഒന്ന് പിടിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് പോകും. അല്ലെങ്കിൽ പണ്ടരം വീടിന്റെ മുറ്റത്ത് പോലും നിൽക്കാൻ പറ്റത്തില്ലടേ. വന്ന് ക്യാമറമായിട്ടാണ് ആദ്യം വന്ന് കയറുന്നത്. ചേട്ടാ ഓടി വോട്ട് വോട്ട് എന്നും പറഞ്ഞ് വരും. ഇതിപ്പോ പൊതുശല്യമായി പ്രഖ്യാപിക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അസിന, നമുക്ക് ഇനി നേരെ ഒരു റാപ്പിഡ് ഫയറിലേക്ക് പോയാലോ? പിണറായി വിജയൻ പ്രായാധിക്യമുണ്ട്, റിട്ടയർമെന്റ് ലൈഫിലോട്ട് പോകാനുള്ള സമയമായിരിക്കുന്നു തോന്നുന്നു. നരേന്ദ്രമോദി യൂത്തിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നാടിന്റെ വികസനത്തിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, ചെയ്ത വ്യക്തിയാണ്. പിണറായി വിജയൻ പ്രായാധിക്യം, നരേന്ദ്രമോദി യൂത്ത്. നരേന്ദ്രമോദിക്ക് എത്ര 25 വയസ്സോ? നരേന്ദ്രമോദി യൂത്ത്. പിണറായി വിജയൻ 80 വയസ്സ്, നരേന്ദ്രമോദി 75 വയസ്സ്. 5 വയസ്സിന്റെ ഡിഫറൻസ് ഇവർ തമ്മിലുള്ളൂ. പക്ഷെ ഒരാള് തൈക്കിളവനും ഒരാള് യൂത്ത്. സർട്ടിഫൈഡ്. ഭയങ്കര വിവരമാണ് ഗൈസ് ഇവർക്ക്, ഭയങ്കര വിവരമാണ്. ലോജിക്കലായിട്ടേ കാര്യങ്ങൾ സംസാരിക്കത്തുള്ളൂ എന്നുള്ളതാണ് ഇവരുടെയൊക്കെ പ്രത്യേകത. രാജീവ് ചന്ദ്രശേഖർ, ടെക്നോക്രാറ്റ്. VN വാസവൻ, റിട്ടയർമെന്റ് ലൈഫിലേക്ക് എത്തേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. കുമ്മനം രാജശേഖരൻ, കുറെ വിഷനുള്ള ആളാണ്. അവസരം കൊടുത്താൽ ജനങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നു. നെക്സ്റ്റ് VN വാസവൻ ആൻഡ് കുമ്മനം. വാസവനും റിട്ടയർമെന്റ് ആവാറായി ഗൈസ്. കുമ്മനത്തിന് പക്ഷെ ഇനി അവസരം കൊടുക്കണമെന്നാണ് ചേച്ചി പറയുന്നത്. കുമ്മനത്തിന്റെ ഏജ് 73, അവസരം ഇനിയും കൊടുക്കണം. വാസവണ്ണന്റെ ഏജ് 71, റിട്ടയർമെന്റ് ആവാറായി. അപ്പൊ 73 വയസ്സുള്ള കുമ്മനത്തിന് ഇനി അവസരം കൊടുക്കണം. 71 വയസ്സുള്ള വാസവൻ റിട്ടയർമെന്റ് ആവാറായി എന്നാണ് പറയുന്നത്. ഭയങ്കര ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചേച്ചി സംസാരിക്കാറുള്ളൂ. ഇവരെ സത്യം പറഞ്ഞാൽ ചാണകം എന്ന് പോലും വിളിക്കാൻ പാടില്ല. കാര്യം ചാണകത്തിന് പോലും അത്യാവശ്യം ഗുണമുണ്ട്. ഇപ്പൊ തെങ്ങിനൊക്കെ വളമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കായ്ഫലങ്ങൾ കിട്ടും. ഇതിനൊന്നും ചാണകത്തിന്റെ ഗുണം പോലും ഇല്ലെന്നേ. വിവരം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. മോളെ, നിനക്ക് പറ്റിയ പണി എന്താന്ന് മാമൻ പറഞ്ഞുതരാം. എന്താണ് നീ നേരത്തെ ചെയ്തോണ്ടിരുന്നത് അത് തന്നെ ചെയ്താൽ മതി. എത്ര മനോഹരമായിട്ടാണ് കളിക്കുന്നത്. ഇതാണ് നമ്മളെ, നിനക്ക് ഇതാണ് സൂപ്പർ, ഇതാണ് കിടിലം. വളരെ കിടിലമായിട്ടല്ലേ ഗൈസ് കളിക്കുന്നത്. അപ്പം നമ്മളെ, നിനക്ക് പൊളിറ്റിക്സിലൊന്നും ഒരു ഭാവിയില്ല. ഇതുപോലെ റീൽസ് ഒക്കെ എടുത്തിട്. ഇതിനകത്ത് നിനക്ക് നല്ല ഭാവിയുണ്ട്, കാണാൻ ഭംഗിയുണ്ട്, ഡാൻസ് കളിക്കുമ്പോൾ ഒരു ഗ്രേസ് ഒക്കെ ഉണ്ട്. പക്ഷെ പൊളിറ്റിക്സ് വേണ്ട മോളെ, അത് നമുക്ക് ശരിയാവില്ല. നിനക്ക് പറ്റിയ പണിയുണ്ട്. ഇതാണ് ഇങ്ങനെ ഓടുക, ഡാൻസ് കളിക്കുക, ക്യൂട്ട്നെസ് മാരി എറിയുക. ഇത് സൂപ്പർ, നിനക്കിത് പറ്റും. നീ നല്ലൊരു ഇൻസ്റ്റാഗ്രാം ഓളിയാവാനുള്ള എല്ലാ ക്വാളിറ്റിയും നോക്കുണ്ട്. നീ പൊളിയാണ്. നമുക്ക് പൊളിറ്റിക്സ് നമുക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല, വിട്ടുപിടി. നീ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് നിന്നെ പിടിച്ച് നിർത്തുകയാണെങ്കിൽ എങ്ങനെയാലും തോറ്റോണം. അല്ല, അങ്ങനെ തോക്കിയൊന്നും വേണ്ട, അവർ തോപ്പിച്ചോളുമല്ലോ, ജയിക്കത്തില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ മോളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് നിൽക്കുന്നത് എന്നതെങ്കിൽ കുഴപ്പമില്ല, നിന്നോട്ടെ. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ തോക്കുമ്പോഴത്തേക്ക് ആഗ്രഹം അങ്ങ് വിട്ടാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ ഇത്തരത്തിലാണ് ഗൈസ് ഇവരുടെയൊക്കെ ഒരു പരിപാടികൾ. ഇവരുടെയൊക്കെ ഒരു കൊമ്പനുണ്ട്, കൊമ്പന്റെ വേറൊരു ഐഡിയ കൂടെ കണ്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. ഈ പേനയ്ക്കൊപ്പം താങ്കളുടെ ഈ പെൻസിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പെൻസിൽ ചർച്ച ചെയ്യേണ്ട വിഷയം? ഇങ്ങനെ ആരും അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പെൻസിൽ ഇങ്ങനെ പോക്കറ്റിൽ, ഞാൻ വളരെ ഇൻഫോർമൽ, ഒരു 20-30 കൊല്ലമായിട്ട് ചെയ്യുന്ന കാര്യമാണല്ലോ. എന്റെ കീശയിൽ എപ്പോഴും ഒരു പെൻസിൽ ഉണ്ടാവും. കാരണം പെന്ന് വെക്കുമ്പോ പെന്ന് മറന്നു പോകുമ്പോ പെന്നിന്റെ വില കുറച്ച് കൂടുതലാണ്, പെൻസിലിന്റെ വില കമ്മിയാണ്. ഇത് മറന്നാലും മറ്റൊരു പെൻസിൽ വാങ്ങാൻ കഴിയും. അപ്പൊ പെന്ന് ലൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു, അതുകൊണ്ട് പെൻസിൽ ഉപയോഗിക്കുന്നു. എല്ലാ ആശംസകളും. വലിയ ടെക്നോക്രാറ്റ് ആണ് ഗൈസ്. അപ്പൊ ഇങ്ങനെയുള്ള ഐഡിയകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഭയങ്കര വലിയ ഐഡിയ ആണ്. സംഭവം അതൊന്നുമല്ല, പറഞ്ഞതും മാറ്റി പറഞ്ഞ് നല്ല ശീലമുണ്ട്. അതുപോലെ തന്നെ എഴുതുന്നതും മാറ്റി എഴുതാനുള്ള ശീലം ഇവർക്കുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് പെൻസിൽ വെക്കുന്നത്. ഞാൻ എഴുതിയത് മാറ്റി എഴുതാൻ പറ്റത്തില്ല, പെൻസിലാകുമ്പോൾ എഴുതിയത് എപ്പോ വേണമെങ്കിലും മാറ്റിട്ട് മാറ്റി എഴുതാം. മനസ്സിലായോ? ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു എല്ലാ ബുദ്ധി ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഈ പറയുന്ന അഞ്ജലി നായർക്കാണെങ്കിലും ആതിര നായർക്കാണെങ്കിലും ഈ അണ്ണന്റെ ബുദ്ധിയാണെന്ന് തോന്നുന്നു പോകുന്നത്. അപ്പൊ പിന്നെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പൊളിറ്റിക്സ് കോമഡികൾ. പിന്നെ വേറെ 2 കോമഡികളുണ്ട്, അഖിൽമാരാർ കോമഡി ആൻഡ് റോബിൻ രാധാകൃഷ്ണൻ കോമഡി. അവരുടെ വീഡിയോ വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ഒന്നും പറയുന്നില്ല, വേറൊരു വീഡിയോ. അപ്പൊ ശരി.